ഹായ് ഫ്രണ്ട്സ്. സോ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് 2025 ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി അതിൻ്റെ 7ാമത്തെ പാർട്ടാണ് ഡിസ്കസ് ചെയ്യാനുള്ളത് കേട്ടോ. 6 പേരുള്ള പാർട്ടുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിലായിട്ട് കൊടുക്കാം. ഓക്കെ, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആദ്യം അതൊന്ന് കണ്ടിട്ട് ഈ ഭാഗം കാണാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്കൊന്ന് ആദ്യം നോക്കാം. ഇതിൽ ഏതൊക്കെ ക്വസ്റ്റ്യനാണ് വരുന്നത് വെച്ചാൽ 61 മുതൽ 70 വരെയുള്ള ക്വസ്റ്റ്യൻസാണ് വരുന്നത്. ഓക്കെ, അതിൽ കുറച്ച് കമ്പ്യൂട്ടർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ അതിനുശേഷം കമ്മീഷൻസ്, അതായത് ആക്ട്സ്, കമ്മീഷൻസ്. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ആദ്യം ഞാൻ അനലൈസ് ചെയ്യാം. ആദ്യമായിട്ട് 61ാമത്തെ ക്വസ്റ്റ്യൻ ഒക്കെ പ്രീവിയസ് ആണ്. ലാനും ഇൻ്റർനെറ്റും തമ്മിൽ കണക്ട് ചെയ്യുന്നത്. പിന്നെ IT ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഇതും 63 ഇൻപുട്ട് ഉപകരണം ഒക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 64 പ്രീവിയസ് ആണ്. 65 ഓക്കെ, 65 ഒരു പ്രീവിയസ് അങ്ങനെ ചോദിച്ചിട്ടില്ല. കുറച്ചൊരു ഒരു ഫ്രഷ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 65 ഒരു ഫ്രഷ് ക്വസ്റ്റ്യൻ തന്നെയാണ്. പിന്നെ 66 പ്രീവിയസ് ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 67ൻ്റെ ആദ്യത്തെ അധ്യക്ഷ ചോദിച്ചിട്ടുണ്ട്. 68 ഈ രീതിയിൽ ഒത്തിരി പ്രാവശ്യം ഇതേ നിയമം തന്നെ ചോദിച്ചിട്ടുണ്ട്. ഗാർഹിക പീഡന നിരോധന നിയമം ഇതേ രീതിയിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 69 നമ്പർ ഓഫ് പേഴ്സൺസ് ചോദിച്ചിട്ടുണ്ട്. 70 ഒരു ഫ്രഷ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ 61 മുതൽ 70 വരെയുള്ള ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്കൊന്ന് ഒരു 6-7 ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യനാണ്. ഓക്കെ, റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഒരു 2-3 ക്വസ്റ്റ്യൻസ് ഫ്രഷ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. റെഡി? സോ നമുക്ക് ക്വസ്റ്റ്യനും അതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സും ഒന്ന് നോക്കാം. നമുക്ക് വേണ്ടത് 61 മുതലല്ലേ, 61 മുതൽ. ഓക്കെ, 61 നമുക്ക് ഒരു ലാൻ ഇൻ്റർനെറ്റുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഒന്നുമില്ല, ലാൻ എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഇൻ്റർനെറ്റ് ഉണ്ടല്ലോ, ഇൻ്റർനെറ്റ് ലാന്, അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു ഡിവൈസിൻ്റെ പേരെന്താണ്? ഇതിൻ്റെ പേരാണ് റൂട്ടർ കേട്ടോ. റൗട്ടർ എന്ന് പറയും, റൂട്ടർ എന്ന് പറയും, റൗട്ടർ. നമ്മൾ കോമൺലി മോഡം എന്നൊക്കെയാണ് ഇതിന് പറയാറ്, പക്ഷേ റൗട്ടർ എന്നാണ് ശരിക്കുള്ള മീൻ. അപ്പോൾ ലാനിനെ ഇൻ്റർനെറ്റുമായിട്ട് ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണിത്, റൗട്ടർ. ഓർത്തോക്കണേ, ഈ ABCD ഓപ്ഷനിലുള്ള ഇതൊക്കെ ചോദിക്കാറുണ്ട്. ഹബ്ബ്, റിപ്പീറ്ററൊക്കെ ചോദിച്ചിട്ടുണ്ട് മുമ്പ്. അപ്പോൾ റൂട്ടർ ഓർത്ത് വെച്ചേക്കാം. റൗട്ടർ ഇതേപോലുള്ളത് തന്നെ വേറുന്നുണ്ട്, 2 ലാനുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് റൗട്ടറല്ല, അത് മാറിപ്പോകണ്ട. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം ഓരോന്നായിട്ട്. ഒന്നാമത്തെ ഹബ്ബ്. ഹബ്ബ് എന്ന് വെച്ചാൽ അതായത് ഒന്നിൽ കൂടുതൽ കമ്പ്യൂട്ടറുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഇത് ഹബ്ബ്. ക്ലിയർ? നമ്മളിപ്പോൾ നോർമലി ഹബ്ബ് എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഹബ്ബ് എന്ന് പറയില്ല, കുറേ കാര്യങ്ങൾ, ഇപ്പോൾ കുറേ ആളുകൾ കൂടിച്ചേരുന്ന സ്ഥലം ഒരു ഹബ്ബാണെന്ന് പറയും. അതേപോലെ ഒന്നിൽ കൂടുതൽ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഉപകരണമാണ് ഇത് ഹബ്ബ്. ആ രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി. ഇനി അടുത്തത് റിപ്പീറ്റർ. റിപ്പീറ്റർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊന്ന് മനസ്സിലാവും. ഇപ്പോൾ റിപ്പീറ്റർ PSCയിൽ നമ്മൾ ചിലപ്പോൾ റിപ്പീറ്റർ ബാച്ച് ഉണ്ടാവും അല്ലേ? നിങ്ങളിപ്പോൾ ഒരു PSC കോച്ചിങ് സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ റിപ്പീറ്റർ ബാച്ച്, അതായത് റിപ്പീറ്റർ ബാച്ച് എന്തിനാണ്? അവർ കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട്, അതായത് സിഗ്നലുകളെ ആംപ്ലിഫൈ ചെയ്യാൻ, കുറേ കൂടി എന്ത് ചെയ്യാൻ, സ്ട്രെങ്ത് ആക്കാൻ വേണ്ടിയിട്ട് ആണ് ഉപയോഗിക്കുന്ന ഉപകരണമാണിത്, ഈ റിപ്പീറ്റർ എന്ന് പറയുന്നത്. അതായത് നെറ്റ്വർക്കിലെ സിഗ്നൽ ആംപ്ലിഫൈ ചെയ്തിട്ട് വീണ്ടും ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഉപകരണമാണിത് റിപ്പീറ്റർ. ഇനി ഞാൻ പറഞ്ഞത് ബ്രിഡ്ജ്. ബ്രിഡ്ജ് എന്ന് പറയുന്നത് നോർമലി നമ്മളൊരു ബ്രിഡ്ജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ബ്രിഡ്ജ്, ഒരു പാലം എന്തായിരിക്കും? 2 സ്ഥലങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യുന്നതായിരിക്കും അല്ലേ? ഒരു ബ്രിഡ്ജ്, ഒരു പുഴയുടെ മുകളിൽ ഒരു ബ്രിഡ്ജ് ഉണ്ടെങ്കിൽ 2 സ്ഥലങ്ങൾ, സ്ഥലത്തിനെന്ന് ഇംഗ്ലീഷ് പറയാം ലാൻഡ്. അപ്പോൾ 2 ലാൻഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് എന്ത്? ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇവിടെ ലാൻഡിൻ്റെ D അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? ലാൻ. അതായത് 2 ലാനുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഉപകരണമാണ് ഇത് ബ്രിഡ്ജ്. അല്ലെങ്കിൽ ഒരു ലാനിൻ്റെ 2 സെഗ്മെൻറ്റുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന എന്നും പറയാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ കുറേ കൂടി എളുപ്പമായിരിക്കും പഠിക്കാം. കാരണം അല്ലെങ്കിൽ നമുക്ക് ഇത് എല്ലാം കൂടി കൺഫ്യൂഷിങ് ആവും. അത് കാരണം എല്ലാം ഒരേപോലുള്ള ഉപകരണമായിട്ട് നമുക്ക് തോന്നും അവിടെ എത്തുമ്പോൾ. പഠിക്കുമ്പോൾ ഇല്ലെങ്കിലും എക്സാം ആൾ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യും? ആ ഒരു ഡൗട്ട് വരും. 62ാമത്തെ ക്വസ്റ്റ്യൻ, IT ആക്ട് പ്രകാരം ഇന്ത്യയിലെ സൈബർ സുരക്ഷാ സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ബോഡി. ഓക്കെ, സൈബർ സുരക്ഷ കൈകാര്യം ചെയ്യുന്നത് CERT-IN എന്നാണ് കേട്ടോ. CERT-IN എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് CERT-IN, അതായത് ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം. അതാണ് CERT-IN എന്നുള്ളതിൻ്റെ ഫുൾ ഫോം കേട്ടോ. CERT-IN ആണ് സൈബർ സുരക്ഷാ സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ്. അത് സൈബർ സിയിലാണ്, സൈബർ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓർത്ത് വെച്ചാൽ CERT-IN എന്ന് കിട്ടും. ഇനി ഈ CERT-IN സ്റ്റാർട്ട് ചെയ്ത ഇയർ എന്ന് വെച്ചാൽ 2004 കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ 2004 ആണ് CERT-IN എന്ത് ചെയ്തത്, സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ തന്നെ ഈ സൈബർ ക്രൈംസ് ഇത് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. സൈബർ ക്രൈംസ് ഏത് ലിസ്റ്റിലാണ് വരിക എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, കൺകറൻറ്റ് ലിസ്റ്റ് ഉണ്ട് അല്ലേ?
സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, സെൻട്രൽ ലിസ്റ്റ് ഉണ്ട്, കൺകറൻറ്റ് ലിസ്റ്റ് ഉണ്ട്. അതിൽ യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, കൺകറൻറ്റ് ലിസ്റ്റ് ഉണ്ട്. അതിൽ ഈ സൈബർ ക്രൈംസ് ഏതിലാണ് വരിക എന്നുള്ളത് ചോദിച്ചാൽ അത് റെസിജ്വൽ പവേഴ്സിലാണ് വരിക കേട്ടോ. അവശിഷ്ട അധികാരങ്ങൾ എന്ന് പറയും, റെസിജ്വൽ പവേഴ്സ്. അതൊന്ന് ഓർത്ത് നോക്കണം. കാരണം മുമ്പ് ഒരു പ്രാവശ്യം ഇതേപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൈബർ ക്രൈംസ് വരുന്നത് എന്താണ്, റെസിജ്വൽ പവേഴ്സിലാണ് സൈബർ ക്രൈംസ് വരുന്നത്. ഇനി IT ആക്ടിനെ പറ്റി പറയുകയാണെങ്കിൽ എപ്പോഴും കോമൺ ആയിട്ട് ചോദിക്കുന്ന IT ആക്ട് നിലവിൽ വന്നത് 2000 ഒക്ടോബർ 17 കേട്ടോ. ഡേറ്റ് വിത്ത് ഡേറ്റ് ഓർത്ത് നോക്കണേ. ഇനി അത് ഭേദഗതി ചെയ്ത വർഷമാണ് 2008. അപ്പോൾ 2000-ലാണ് നിലവിൽ വന്നത്, 2008-ലാണ് എന്ത് ചെയ്യുന്നത്, ഭേദഗതി ചെയ്യുന്നത്. 63 ഒരു ഇൻപുട്ട് ഉപകരണത്തിൻ്റെ ഇൻപുട്ട് ഉപകരണം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. പ്രിൻ്റ് നമ്മൾ പ്രിൻ്റ് എടുക്കുമ്പോൾ ഔട്ട്പുട്ടാണ് കിട്ടുന്നത് അല്ലേ, പ്രിൻ്റ് വരുന്നതല്ല ചെയ്യുന്നത്. അപ്പോൾ ഇത് ഔട്ട്പുട്ട് ഉപകരണമാണ്. ഇനി അടുത്തത് എന്താണ്, പ്ലോട്ടർ എന്ന് പറയുന്നതും നമുക്ക് ഈ ബാനറൊക്കെ ചിത്രങ്ങളായിട്ട് വരുന്ന ആ രീതിയിലുള്ള ഒരു ഉപകരണമാണ് പ്ലോട്ടർ. ഇതും എന്താണ്, ഔട്ട്പുട്ട് ഉപകരണമാണ്. സ്പീക്കറിൽ സൗണ്ടല്ലേ വരുന്നത്, അതും ഒരു സ്പീക്കറും എന്താണ്, ഒരു ഔട്ട്പുട്ട് ഉപകരണമാണ്. ഇനി അടുത്തത് സ്കാനർ നമ്മൾ എന്താ ചെയ്യുന്നത്, സ്കാൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഡാറ്റാസ് ഉള്ളിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ സ്കാനർ എന്ന് പറയുന്നത് എന്താണ്, സ്കാനർ ഒരു ഇൻപുട്ട് ഉപകരണമാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏത് മാത്രമേ ഉള്ളൂ ഇൻപുട്ട് ഉപകരണമായിട്ടുള്ളത്, സ്കാനർ മാത്രമേ ഇൻപുട്ട് ഉപകരണമായിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ പോയി ഓർത്ത് വെക്കേണ്ട കാര്യങ്ങളുണ്ട്. ഔട്ട്പുട്ടും ഇൻപുട്ട് ഉപകരണങ്ങളും എന്ത് ചെയ്യണം, തമ്മിൽ എപ്പോഴും മാറിപ്പോകരുത്, എപ്പോഴും ഓർത്ത് വെക്കണം. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ഇൻപുട്ട് ഉപകരണങ്ങൾ കേട്ടോ. ഇൻപുട്ട് ഉപകരണങ്ങളാണ് ഇതിൽ എപ്പോഴും ഓർത്ത് വെക്കേണ്ട 1-2 കാര്യങ്ങൾ. ഒന്ന് ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ, OMR, അത് ഓർത്ത് വെക്കണം. ഇൻപുട്ട് ഉപകരണമാണെന്നുള്ളത് ഓർത്ത് വെക്കണം, മാറിപ്പോരുത്. ഇനി ഇതിലെ മൗസ്, അതിന് പ്രത്യേകമായിട്ടൊരു പേര് പറയും, എന്താണെന്നറിയാം. മൗസ് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന പോയിൻറ്റിങ് ഉപകരണം ഏതാണെന്ന് ചോദിച്ചാൽ മൗസാണ് കേട്ടോ. മൗസ് പോയിൻ്റർ എന്ന് നമ്മൾ പറയുമല്ലോ, അതേപോലെ തന്നെ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഒരു പോയിൻറ്റിങ് ഉപകരണം ഏതാണെന്ന് വെച്ചാൽ അത് മൗസാണ്. ഇനി 64ാമത്തെ ക്വസ്റ്റ്യൻ എന്താ, പോക്സോ നിയമം 2012 പ്രകാരം കുട്ടിയായി നിർവചിച്ചിരിക്കുന്നത് ആരെയാണ്? കുട്ടി എന്ന് പറയുന്നത് എന്താ, 18 വയസ്സിൽ താഴെയുള്ള എല്ലാവരും കുട്ടികളാണ്. ഓക്കെ, ഓപ്ഷൻ D ആണ് ആൻസർ. 18 വയസ്സിൽ താഴെയുള്ള എല്ലാവരും പോക്സോ നിയമപ്രകാരം. ഇനി ഇതിൽ കുറച്ച് കാര്യങ്ങൾ പോക്സോ ആയിട്ട് ബന്ധപ്പെട്ട് മുമ്പ് ചോദിക്കുമ്പോൾ ഈ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ എപ്പോഴും ഓർത്തോക്കണേ, ജനറൽ ന്യൂട്രൽ ലെജിസ്ലേഷൻ ആണ്. അതായത് 18 വയസ്സ് താഴെയുള്ള ആരും ഇതിൻ്റെ അണ്ടറിൽ വരും. അത് ബോയ് ആണെങ്കിലും ഗേൾ ആണെങ്കിലും ഒക്കെ എന്ത് ചെയ്യും, 18 വയസ്സിൽ താഴെയുള്ള എല്ലാവരും ഇതിൻ്റെ അണ്ടറിൽ വരും. രണ്ടാമത്തെ കാര്യം, നോൺ റിപ്പോർട്ടിംഗ് ഇസ് എ ക്രൈം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സ്ഥാപനം, ഒരു സ്കൂളിൽ എന്ത് ചെയ്തു, ഒരു പോക്സോ ഒരു കേസ് വന്നു. ആ കേസ് വന്നിട്ട് അത് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ എന്താണ്, അതിൻ്റെ സ്ഥാപന മേധാവിക്കും കൂടി അതിൽ എന്തായിരിക്കും, കുറ്റം ഉൾപ്പെടും. കുറ്റത്തിൽ അവർ ക്രൈമായിട്ട് കണക്കാക്കും. ഇനി അടുത്ത് നോക്കിയേ, നോ ടൈം ലിമിറ്റ് ഫോർ റിപ്പോർട്ടിംഗ് അബ്യൂസ്. അതായത് ഈ അബ്യൂസ് റിപ്പോർട്ട് ചെയ്യാൻ എന്തില്ല, ഒരു ടൈം ലിമിറ്റില്ല. ഇപ്പോൾ 10 വർഷം കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, ആ മുമ്പ് നടന്ന ഒരു അബ്യൂസ് റിപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അതേപോലെ കീപ്പിംഗ് വിക്ടിംസ് ഐഡൻറ്റിറ്റി കോൺഫിഡൻഷ്യൽ. അത് വിക്ടിമിൻ്റെ ഐഡൻറ്റിറ്റി കോൺഫിഡൻഷ്യലായിട്ട്, അതായത് സ്വകാര്യത അവർ വെളിപ്പെടുത്തില്ല. അത് നിങ്ങൾക്ക് ഏകദേശം അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം. കാരണം ഇത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തരുമ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ തെറ്റിക്കരുത്. അവിടെ അടുത്ത് ചോദിക്കാറുണ്ട് ഈ ഡേറ്റ്. 65 ഒരു വർഷത്തിൽ കേന്ദ്ര ഉപഭോക്തൃ സമിതി കുറഞ്ഞത് എത്ര തവണ മീറ്റിംഗ് കൂടിയിരിക്കണം എന്നാണ് നിയമം? ഒരു തവണ കേട്ടോ. ഉപഭോക്തൃ സമിതിയാണേ, ഉപഭോക്തൃ സമിതി. ഉപഭോക്തൃ സമിതിൻ്റെ ദേശീയ ഉപഭോക്തൃ ദിനം എപ്പോഴാണ്? ഇത് കോമൺ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഡിസംബർ 24. മറന്നു പോയത്, ഡിസംബർ 24 ദേശീയ ഉപഭോക്തൃ ദിനം. ഓക്കെ, നാഷണൽ കൺസ്യൂമർ ഡേ. അതേപോലെ ദേശീയ ഉപഭോക്തൃ കമ്മീഷൻ നിലവിൽ വന്നത് 1986 ഡിസംബർ 24. ആ ഡിസംബർ 24 കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഉപഭോക്തൃ ദിനമായിട്ട് ആചരിക്കുന്നത്. 86 ഇയറും എന്ത് ചെയ്യണം, ഒന്ന് ഓർത്ത് നോക്കണം. ഇനി ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്ത് ചെയ്തിട്ടുണ്ട്, പുതുക്കിയിട്ടുണ്ട്, അമെൻഡ് ചെയ്തിട്ടുണ്ട്. അതെപ്പോഴാണ്? 2020 അമെൻഡ് ചെയ്തത്. ആ 20 അമെൻഡ് ചെയ്തത് എപ്പോഴാണ് നിലവിൽ വന്നത്? ജൂലൈ 20 കേട്ടോ. 2020 ജൂലൈ 20 എന്ത് ചെയ്തത്, അമെൻഡ് ചെയ്ത നിയമം നിലവിൽ വന്നത്. ഓക്കെ, അതും കൂടി ഓർത്ത് നോക്കണേ, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി 66 ദേശീയ സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധി എത്ര വർഷം എന്നുള്ളതാണ്. എത്ര വർഷം? 3 വർഷമാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധി. അതിപ്പോൾ അമെൻഡ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് 2019 എന്ത് ചെയ്തിട്ടുണ്ട്, അമെൻഡ്മെൻറ്റ് വന്നിട്ടുണ്ട് RTI ആക്റ്റിൽ. അപ്പോൾ RTIൻ്റെ റൂൾസ് പ്രകാരം കേന്ദ്ര 3 വർഷമാക്കിയിട്ട് മാറ്റി. അതേപോലെ എന്തുവാക്കിയിട്ടുണ്ട്, കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ശമ്പളം 2.5 ലക്ഷം രൂപ. അതേപോലെ വിവരാവകാശ കമ്മീഷണർമാർ, മുഖ്യ വിവരാവകാശ കമ്മീഷണർ 2.5 ലക്ഷം. 2.25 ഇത് വിവരാവകാശ കമ്മീഷണർമാരുടെ ശമ്പളം. ഓക്കെ, ഇത് മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ 2.5 ലക്ഷം. 2,25,000 ആരുടെ, വിവരാവകാശ കമ്മീഷണർമാരുടെ ശമ്പളം. 3 വർഷവുമാണ് ഇത്. ഇതൊക്കെ പുതുക്കിയത് 2019 അമെൻഡ്മെൻറ്റ് പ്രകാരമാണ്, ഒന്ന് ഓർത്ത് വെച്ചു.
ഇനി വിവരാവകാശ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നിലവിൽ വന്ന ഇപ്പോൾ 2005 ഒക്ടോബർ 12 എത്രയോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യനാണ് 2005 ഒക്ടോബർ 12. ഇനി ഇത് കോമൺ ആയിട്ട് ഇപ്പോൾ അടുത്ത് കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ടേതാണ്. അതായത് ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആവശ്യപ്പെടുന്ന വിവരമില്ല, അതായത് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചാണെങ്കിൽ എത്ര മണിക്കൂറിനുള്ളിൽ അതിന് മറുപടി കൊടുക്കണം? 48 മണിക്കൂർ കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 48 മണിക്കൂറിനുള്ളിൽ, അതായത് ഒരു RTI ഫയൽ ചെയ്തു, ആ RTI ഫയൽ ചെയ്തത് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ ബന്ധപ്പെട്ടതാണെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ എന്ത് ചെയ്യണം? അതിന് മറുപടി കൊടുക്കണം എന്നാണ്. ഇനി ഇതിലെ ദേശീയ RTI, അതായത് വിവരാവകാശ കമ്മീഷനിലെ അധ്യക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ഈ 2 വ്യക്തികളെ എപ്പോഴും പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. എത്രയോ പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതായത് വിവരാവകാശ കമ്മീഷണറായിട്ടുള്ള ആദ്യ വ്യക്തി വജഹത്ത് ഹബീബുള്ള കേട്ടോ, ആദ്യ വനിത, ഇതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ദീപക് സന്ധു. ഓക്കെ, വജഹത്ത് ഹബീബുള്ളയും ദീപക് സന്ധു എന്ത് ചെയ്യണം? ഓർത്തോക്കണം. ഇനി 67 ദേശീയ വനിതാ കമ്മീഷൻ ആദ്യത്തെ അധ്യക്ഷ ജയന്തി പട്നായിക്കാണ് കേട്ടോ. ജയന്തി പട്നായിക്കാണ് ആദ്യത്തെ അധ്യക്ഷ ദേശീയ വനിതാ കമ്മീഷന്. ഇപ്പോഴത്തെ ഞാൻ പറയുന്നില്ല, ഇപ്പോഴത്തത് എപ്പോഴും നിങ്ങൾ എക്സാമിൻ്റെ ആ ടൈമിൽ ഏതാണോ വരുന്നത് അവർ ആ സമയത്ത് ആരാണോ അത് പഠിച്ചിട്ട് പോയാൽ മതി. അപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ ആദ്യത്തെ അധ്യക്ഷ ചോദിക്കാറുണ്ട് ജയന്തി പട്നായിക്കാണ്. ഇനി 5 മെമ്പേഴ്സാണ് ഇതിലുണ്ടാവുക. വനിതാ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. ദേശീയ വനിതാ കമ്മീഷനാണ്, 5 മെമ്പേഴ്സാണ് ഉണ്ടാവുക. അതായത് ഒരു മെമ്പർ, അറ്റ്ലീസ്റ്റ് ഒരു മെമ്പറെങ്കിലും എന്തായിരിക്കണം? ഷെഡ്യൂൾഡ് കാസ്റ്റ് ട്രൈബ് എന്നുള്ള ഒരാളായിരിക്കണം. ഓക്കെ, പിന്നെ ഒരു മെമ്പർ സെക്രട്ടറി ഉണ്ടാവും ഇതിൽ വനിതാ കമ്മീഷൻ. അതേപോലെ ഇവരെ വനിതാ കമ്മീഷൻ്റെ പീരീഡ് എത്ര പീരീഡാണ്? 3 വർഷമാണ്. ഓക്കെ, 3 വർഷം. അതും ഓർത്ത് നോക്കാം കേട്ടോ. വനിതാ കമ്മീഷൻ്റെ കാലാവധി നടന്നത് 3 വർഷമാണ്. ഇനി 68 ഗാർഹിക പീഡന നിരോധന നിയമം 2005 പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയല്ലാത്തത് കേട്ടോ. വട്ടമിട്ടിട്ട് തന്നെ ചെയ്യണേ. എക്സാമുകളിൽ ഇതേപോലെ വട്ടമിട്ടിട്ട് ശരിയല്ലാത്തതെന്നുള്ള ഒരു വട്ടാക്കുക. അല്ലെങ്കിൽ ABCD വായിച്ച് കഴിയുമ്പോഴേക്ക് നമ്മൾ കരുതും ശരിയായത് തിരഞ്ഞെടുക്കാനാണെന്ന് മിസ്അണ്ടർസ്റ്റുഡ്. അപ്പോൾ ക്വസ്റ്റ്യൻ അവിടെ എന്ത് ചെയ്യും? തെറ്റും. അപ്പോൾ ശരിയല്ലാത്തതാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ വായിച്ചു നോക്കും. പ്രൊട്ടക്ഷൻ ഓഫീസർമാരും സർവീസ് പ്രൊവൈഡേഴ്സും പബ്ലിക് സർവൻസ് ആയിരിക്കണം. ഇതൊക്കെ ശരിയാണ്. ഇങ്ങനെയുള്ള കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യനിൽ തെറ്റായിട്ട് വരുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും എന്നറിയാം. ഈ ഗാർഹിക പീഡന നിരോധനം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഒരു പീഡനത്തിന് ഇരയായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടാവും. അയാളുടെ നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും അയാളുമായിട്ട് ബന്ധപ്പെട്ട. അതായിരിക്കും മിക്കവാറും കേസിൽ എന്ത് ചെയ്യുക? ഇതിലൊക്കെ തെറ്റായുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരിക. അപ്പോൾ ഓരോന്നായിട്ട് നോക്കാം. ബി എന്താ ഓപ്ഷൻ? കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഗാർഹിക പീഡന നിരോധന നിയമത്തെക്കുറിച്ച് കാലാകാലങ്ങളിൽ പൊതുമാധ്യമങ്ങൾ വഴി പരസ്യം നൽകണം. ഇനി ഗാർഹിക ആക്രമണത്തിന് ഇരയായവർക്ക് സൗജന്യ നിയമസഹായം ലഭ്യമാക്കണം. ശരിയാണ്. ഗാർഹിക പീഡനത്തിന് ഇരയായവർക്ക് പങ്കാളിയായി താമസിച്ച വീട്ടിൽ താമസിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ ഇതെന്താണ്? ഇത് ഒരു ആ ഇരയായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇതിൽ തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണല്ലേ. അവർക്കൊരു സൗകര്യം കൊടുക്കാണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിലെ തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് ഓപ്ഷൻ ഡി ആണ് ഇതിൽ ശരിയല്ലാത്തത്. ഇനി ഇതും കൂടി ഒന്ന് ഓർത്തോക്കണം. അതായത് ഇവർക്ക് ലഭ്യമായിട്ടുള്ള പരിഹാരങ്ങൾ, ഓക്കെ, ആർക്ക്? ഈ ഗാർഹിക പീഡനത്തിന് ഇരയായ വ്യക്തിക്ക്. അതായത് അവർക്ക് പ്രൊട്ടക്ഷൻ ഓർഡർ ഉണ്ടാവും, ഒരു സംരക്ഷണ ഉത്തരവ് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ വിവാഹ വീട്ടിൽ താമസിക്കാനുള്ള താമസ ഉത്തരവ് അവർക്ക് എന്ത് ചെയ്യുക? കൈപ്പറ്റാം. അതേപോലെ കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള മോണിറ്ററി ഓർഡറുകൾ, മോണിറ്ററി ബെനിഫിറ്റ്സ് അവർക്ക് കൊടുക്കണം എന്നുള്ളത്. കുട്ടികൾക്ക് താൽക്കാലിക സംരക്ഷണം, പിന്നെ അവർക്ക് എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള നഷ്ടപരിഹാരം. ഇതൊക്കെ അവർക്കുള്ള പരിഹാരങ്ങളിൽ പെട്ടതാണ്. ഇനി 69ാമത്തെ ക്വസ്റ്റ്യൻ. ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ചെയർപേഴ്സണെ കൂടാതെ എത്ര അംഗങ്ങളുണ്ട്? 6 പേര് കേട്ടോ. ചെയർപേഴ്സണെ കൂടാതെ 6 പേര്. ടോട്ടൽ 7 പേരാണ് അതിലുള്ളത്. നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റിയിൽ എപ്പോഴാണ് അത് രൂപീകരിച്ചത്? 1993 കേട്ടോ. ഇനി എന്തൊക്കെയാണ് മൈനോറിറ്റീസ്? ഇന്ത്യയിലെ മൈനോറിറ്റീസ് ഏതൊക്കെയാണ്? ഇത് പഠിച്ചു നോക്കണം കേട്ടോ. ബുദ്ധിസ്റ്റ്, ക്രിസ്ത്യൻ, ജെയിൻസ്, മുസ്ലിം, സിഖ്, സൊറാസ്ട്രിയൻ. ഈ 6 വിഭാഗമാണ് ഇന്ത്യയിൽ മൈനോറിറ്റി ആയിട്ട് അറിയപ്പെടുന്നത്. അത് മുമ്പ് ഒരു പ്രാവശ്യം എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ബുദ്ധിസം, ക്രിസ്ത്യൻ, ജൈനം, മുസ്ലിംസ്, സിഖ്, സൊറാസ്ട്രിയൻ എന്ന് വെച്ചാൽ പാർസി കേട്ടോ. അവനെയാണ് മൈനോറിറ്റി എന്ന് ഉൾപ്പെടുത്തുന്നത്. ആ ഒരു കാര്യം കൂടി ഓർത്ത് നോക്കാം. ഇനി 70 സംസ്ഥാന സർക്കാരുകൾ സ്ഥാപിക്കുന്ന വാർദ്ധക്യകാല ഗൃഹങ്ങളിൽ കുറഞ്ഞത് എത്ര മുതിർന്ന പൗരന്മാർക്ക് താമസ സൗകര്യം നൽകേണ്ടതാണ്? എത്ര പേർക്ക്? 150 പേർ കേട്ടോ, കുറഞ്ഞത്. ഇതൊരു ഫ്രഷ് ക്വസ്റ്റ്യനാണ്. ഇതൊന്നും അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടൊന്നും വന്ന് കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ സംസ്ഥാന സർക്കാരുകൾ വാർദ്ധക്യം ഇവരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ചോദിക്കുന്നത് സ്കീംസാണ്.
പല സ്കീംസും ചോദിക്കാറുണ്ട്. ഇപ്പം വുമൺ ആണെങ്കിലും ചിൽഡ്രൻ ആണെങ്കിലും ഇവരുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതികളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ വയോമിത്രം കോമൺ ആയിട്ട് അവർ ചോദിക്കുന്ന വയോമിത്രം ഒരു പദ്ധതി, അതായത് 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കുള്ള ആരോഗ്യ പരിരക്ഷ. ഈ 65 വയസ്സ് എന്നുള്ളത് ഓർത്ത് വെക്കണേ. അത് മുമ്പ് ഒരു പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ വയോമിത്രം പദ്ധതിയിൽ ഉൾപ്പെടുന്നത് എത്ര പ്രായത്തിന് മുകളിലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. വയോമിത്രം 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് ഇത് വയോമിത്രം വരുന്നത്. ഇനി അന്താരാഷ്ട്ര വയോജന ദിനം, ഇതും കോമൺ ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യനാണ്. ഒക്ടോബർ 1. ഒക്ടോബർ 1 അന്താരാഷ്ട്ര വയോജന ദിനമായിട്ട് ആചരിക്കുന്നത്. യെസ്, ഇത്രയാണ് ക്വസ്റ്റ്യൻസ്. നമുക്ക് അടുത്ത പാർട്ടിൽ 71 മുതലുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ.